നമ്മുടെ ഗവൺമെൻറ് വന്ന് 30 ദിവസം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ പ്രതിഭാസമാണ് പവർ കട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഗവൺമെൻറ് വിചാരിച്ചിട്ടൊരു പവർ കട്ട് മനഃപൂർവ്വമായിട്ട് ജനങ്ങൾ 1 മണിക്കൂർ ഇരുട്ടിൽ കഴിയട്ടെ എന്നിട്ട് അല്ല വെയിറ്റ് 1 മണിക്കൂർ ജനങ്ങൾ ഇരുട്ടിൽ കഴിയട്ടെ എന്നൊരു പുതിയ സർക്കാർ തീരുമാനിക്കുമോ? അപ്പോൾ ഒരു ഔചിത്യമില്ലാത്ത പ്രചരണം, ഔചിത്യമില്ലാത്ത ഒരടിസ്ഥാനവും ഇല്ലാത്ത പ്രചരണം സംസ്ഥാനത്ത് നടക്കുകയാണ്. ഞങ്ങളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് ഞങ്ങൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 1 മാസത്തിനകം, ഇപ്പോൾ 2 മാസമല്ലേ ആയുള്ളൂ, 1 മാസത്തിനും ഉണ്ടായതാണ്. ഇപ്പോൾ എൽനിനോ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും മഴ കുറയുമെന്ന് ആർക്കും അറിയില്ല. ഇത്രയും ജലശേഖരം നമ്മുടെ സംഭരണികളിൽ കുറയുമെന്ന് കരുതിയില്ല. പിന്നെ ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാതിരിക്കുമെന്ന് കരുതിയില്ല. ഇത് എക്രോസ് ദ കൺട്രി ഈ വിഷയമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓപ്പൺ മാർക്കറ്റിലേക്ക് പോയി അവർ ചോദിക്കുന്നതിലേക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഞങ്ങൾ 5 രൂപ 96 പൈസയ്ക്ക് 200 മെഗാവാട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. ഇപ്പം 200 മെഗാവാട്ട് കൂടി ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പുരകത്തുമ്പോൾ വാഴ വെട്ടാൻ പോയില്ല നമ്മൾ. അപ്പോൾ വലിയ എമൗണ്ടിൽ മേടിച്ചില്ല. അപ്പോഴും ഇവർ 14 രൂപയ്ക്ക് വരെ വൈദ്യുതി മേടിച്ചു. മനസ്സിലായ? ഞാനിപ്പോൾ ഈ അദാനി ഇതൊന്നും ഞാൻ സാധാരണ പറയാറില്ല. ആ വൈദ്യുതി കരാറ് റദ്ദ് ചെയ്തിട്ട് അദാനി കമ്പനിക്കാണ് കൊടുത്തത് വൈദ്യുതി. അവരെ നിന്നാണ് പിന്നെ വൈദ്യുതി മേടിച്ചത്. എന്തുകൊണ്ടാണ് അന്നത്തെ വൈദ്യുതി കരാറ് റദ്ദ് ചെയ്തതെന്ന് ഇതുവരെ പഴയ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടില്ല, അന്നത്തെ വൈദ്യുതി മന്ത്രിയും പറഞ്ഞിട്ടില്ല. ആ വൈദ്യുതി കരാറ് നടപ്പിലാക്കി 8 കൊല്ലം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, റെഗുലേറ്ററി കമ്മീഷനിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? പേര് പറയിപ്പിക്കണം. അല്ലല്ല, പേര് പറയിപ്പിക്കണം അംഗങ്ങൾ. അതിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു അതിൻ്റെ അകത്ത് അംഗങ്ങൾ, ആ റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങൾ. മനസ്സിലായേ? എന്നിട്ട് പ്രൊസീജിയറൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് 8 കൊല്ലം കഴിഞ്ഞ് കണ്ടുപിടിച്ചിട്ട് നേരെ അത് റദ്ദാക്കിയിട്ട് 8 രൂപ തൊട്ട് 14 രൂപ വരെ വൈദ്യുതി മേടിക്കുകയാണ്. അദാനി കമ്പനിയുടെ നിന്നാണ് മേടിച്ചത് ആദ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.